വിധിയോട് പൊരുതി മുന്നേറുകയാണ് ശ്രീലതയും മക്കളും. ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ഒന്നൊന്നായി വേട്ടയാടിയിട്ടും കീഴടങ്ങുവാൻ ശ്രീലത തയ്യാറായിരുന്നില്ല. കുട്ടികൾക്ക് തലചായ്ക്കാൻ ഒരു സുരക്ഷിതമായ വീട്, അതാണ് ഈ അമ്മയുടെ ഇപ്പോഴത്തെ ആഗ്രഹം. ജീവിതത്തിൽ ദുരിതമുഖങ്ങളിലൂടെ ഈ അമ്മയും മക്കളും സഞ്ചരിക്കുവാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. ഭർത്താവിൻ്റെ മരണശേഷം ഇവരെ എല്ലാവരും കൈവിട്ടപ്പോൾ ഈ അമ്മയുടെ ദൃഢനിശ്ചയവും ഉറച്ച തീരുമാനങ്ങളുമാണ് ഈ കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റിയത്. കയറിക്കിടക്കാൻ ഒരു സെന്റ് വസ്തുവോ വീടോ ഇവർക്കില്ല. ഭർത്താവിൻ്റെ വീട്ടുകാർ താൽക്കാലികമായി നൽകിയ ഈ കുടിലിലാണ് ഇവരുടെ താമസം. ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച ഈ കൂരയിൽ വൈദ്യുതി പോലുമില്ല. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല. ഇരുട്ടായാൽ ഈ അമ്മയ്ക്ക് പേടിയാണ്. 3 ഗുരുതങ്ങളെയും മാറോട് ചേർത്ത് പിടിച്ച രാത്രികൾ പേടിയോടെയാണ് കഴിഞ്ഞുകൂട്ടിയതെന്ന് ശ്രീലത പറയുന്നു. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ സുരക്ഷിതമായിട്ട് കടത്തണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള, അതിനൊരു സെന്റ് ഭൂമിയില്ല എനിക്ക്. പ്രയാസങ്ങൾ ഈ കുട്ടികളുടെ പഠനത്തിൽ ഉണ്ടാകാതിരിക്കാനാണ് ശ്രീലത ശ്രമിക്കുന്നത്. പഠനത്തിൽ മിടുക്കരായ ഇവരെ അധ്യാപകർക്കും വളരെ ഇഷ്ടമാണ്. സ്കൂൾ അസംബ്ലിയിൽ സന്ധ്യശ്രീ ചൊല്ലിയ ഒരു കവിതയിലൂടെയാണ് കുട്ടികളുടെ അവസ്ഥ അധ്യാപകർ അറിയുന്നത്. സന്ധ്യശ്രീയുടെയും സുധീഷിൻ്റെയും സാനിയയുടെയും ഇല്ലായ്മകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് സ്വന്തമായ ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള തീരുമാനമാണ് സ്കൂളിലെ അധ്യാപകർ ഏകകണ്ഠമായി എടുത്തത്. ഇവർക്ക് വീട് നിർമ്മിച്ചു നൽകാനും കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനുമായുള്ള സാമ്പത്തികം കണ്ടെത്താൻ കൊല്ലം സ്റ്റേറ്റ് ബാങ്കിൽ പ്രത്യേക അക്കൗണ്ടും സ്കൂൾ അധ്യാപകർ മുൻകൈയെടുത്ത് തന്നെ തുടങ്ങി. അടച്ചുറപ്പുള്ള ഒരു സുരക്ഷിതമായ വീട്, അതുമാത്രമാണ് ഈ അമ്മയുടെ ആഗ്രഹം. അതിന് സുമനസ്സുകളുടെ സഹായം കൂടിയേ തീരൂ, അല്ലെങ്കിൽ ദുരിതത്തിലാകുക ഈ കുരുന്നുകളുടെ ഭാവി കൂടിയാണ്. ഇനിയും എന്തിനീ വേദന താങ്ങണം, പ്രകൃതിയാമമ്മ തൻ വാടിത്താളരില്ലേ, ഉയർത്തെഴുന്നേൽപ്പിൻ ദിനങ്ങൾ മാത്രം സ്വപ്നം കണ്ടിന്നു മയങ്ങും ഭൂമി. റിപ്പോർട്ടർ, കൊല്ലം.